ഹലോ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ എഗെയിൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അമ്മൂമ്മയുടെ ഹെൽത്ത് എഗെയിൻ ആൻഡ് എഗെയിൻ എല്ലാവരും എനിക്ക് തോന്നുന്നത് പഴയ വീഡിയോ കണ്ടിട്ടാണ് എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോസ് വരുമ്പോൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ഡേറ്റ് നിങ്ങൾ നോക്കണം. എനിക്ക് ഒരുപാട് പേര് അമ്മൂമ്മ റിക്കവർ ആയല്ലോ, പെട്ടെന്ന് ശരിയായല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് ഞാൻ കണ്ടു. അതിൻ്റെ പഴയ വീഡിയോസിലാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത്. പുതിയത് എൻ്റെ ആ ഇതിൽ നോക്കിയാൽ അറിയാം. ഞാൻ അവസാനം ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മൂമ്മ ഒട്ടും സുഖമില്ലാതിരിക്കുകയാണ്. അമ്മൂമ്മ കുറച്ച് ബെറ്റർ ആയിരുന്നു. അപ്പം ഹെൽത്ത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായത്തിൻ്റെതായിട്ടുള്ള ആ പ്രശ്നം എപ്പോഴും ഉണ്ട്. പിന്നെ അമ്മൂമ്മേനെ ഹോസ്പിറ്റൽ ബെഡിലേക്ക് എല്ലാവരും കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. ഭക്ഷണം കൊടുക്കുന്ന വീഡിയോ കണ്ടപ്പോൾ അതിൽ ഷിഫ്റ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഹോസ്പിറ്റൽ ബെഡ് ഓൾറെഡി അവിടെ വാങ്ങിച്ചു, അവിടെ റെൻറ്റിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനി നമുക്ക് പൊക്കുകയും താക്കുകയും ഒക്കെ ചെയ്യാവുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ അതാണ് കറണ്ട് അപ്ഡേറ്റ്സ്. അപ്പോൾ അമ്മൂമ്മയുടെ പ്രത്യേകിച്ച് ഇങ്ങനെ എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പറയാം. അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ ഇനി അമ്മൂമ്മയുടെ കൂടെ ഒരു വീഡിയോ ചെയ്യാനും വളരെ ചാൻസ് കുറവാണ്. കാരണം എനിക്കറിയില്ല അമ്മൂമ്മയുടെ ഹെൽത്ത് എങ്ങനെ റിക്കവർ ആവുമോ. ഓരോ ദിവസവും വളരെ മോശമായിക്കൊണ്ടായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളോട് ഫൈനലി ഇത് പറയണം. പിന്നെ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അമ്മൂമ്മയുടെ വീഡിയോസ് അങ്ങനെ എപ്പോഴും എനിക്ക് ഇടാനും അങ്ങനെയുള്ളൊരു സാഹചര്യമൊന്നുമില്ല. എനിക്കും ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് പേഴ്സണൽ ലൈഫിൽ ഒത്തിരി തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. ഞാൻ പറഞ്ഞത് ഇതല്ല എൻ്റെ ഒരു പ്രൊഫഷൻ. ഇനി ഇത് എന്തെങ്കിലും എൻ്റെ പ്രൊഫഷൻ ആവുകയാണെങ്കിൽ മാത്രമായിരിക്കും ഞാൻ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുക. ഇതിപ്പോൾ എനിക്ക് ജോലിയുണ്ട്, എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അപ്പോൾ അമ്മൂമ്മയുടെ അടുത്ത് ശനി ഞായറൊക്കെയാണ് എനിക്ക് പോകാൻ പറ്റുന്നത്. മൺഡേ ടു ഫ്രൈഡേ ഞാൻ ഭയങ്കര തിരക്കിലായിരിക്കും. പിന്നെ ഇപ്പം ഹെൽത്ത് വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ പോകുന്നു, കാണുന്നു, തിരിച്ചു വരുന്നു. അവിടെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാനല്ല പോകുന്നത്. എനിക്ക് ആകെ കിട്ടുന്ന ഒരു 10-15 മിനിറ്റ് ഞാൻ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തിരക്കുക, തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പോയിരുന്നു. അപ്പോൾ അമ്മൂമ്മയ്ക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയ്ക്ക് കഫക്കെട്ടുണ്ട്. പിന്നെ നിങ്ങൾ എല്ലാവരും കുറേ സജഷൻസ് ഒക്കെ പറയുന്നത് ഞാൻ കണ്ടു. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, എല്ലാവരുടെയും ഹെൽത്ത് വ്യത്യാസമുണ്ട്. അത് ചെയ്തൂടെ, ഇത് ചെയ്തൂടെ, ആ ഭക്ഷണം കൊടുത്തൂടെ, ഈ ഭക്ഷണം കൊടുത്തൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഇത്രയും ഏജുള്ള ഒരു വ്യക്തി വളരെ പ്രോപ്പറായിട്ട് ചിട്ടയായിട്ടും വളരെ നന്നായിട്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ആ ഒരു രീതിയിലിരിക്കുന്നത്. പിന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കാത്ത ഒരാൾക്കാരും അല്ലല്ലോ. അത് ഒരാൾക്ക് കഴിക്കണമെങ്കിൽ ആ ആൾക്ക് വിചാരിക്കണം, കഴിക്കാൻ പറ്റണം. ഇപ്പോൾ ഒരു കഷ്ണം ബ്രെഡ് കൊടുത്താൽ പോലും അത് അമ്മൂമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അമ്മൂമ്മ കഴിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം കഞ്ഞിയാണെങ്കിൽ കഞ്ഞി അരച്ചു കൊടുത്തുകൂടെ. അമ്മൂമ്മ എന്നും പൊടിയരിക്കഞ്ഞി അല്ലെങ്കിൽ മറ്റേ കഞ്ഞി അരച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ കുറേ നാളായി അമ്മൂമ്മ അങ്ങനെ കഴിക്കുന്നു. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് രാവിലെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ രീതിയിൽ കൊടുക്കും. കൂടുതലും ലിക്വിഡ് ഐറ്റംസ് കഴിക്കാനേ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്കറിയാലോ, വയസ്സായി കഴിയുമ്പോൾ എത്ര പേര് ഇത്രയും വയസ്സായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അവരുടെ തൊണ്ട ചുരുങ്ങുക, അവർക്ക് ഉള്ളിലേക്ക് ഒത്തിരി സോളിഡ് ഭക്ഷണങ്ങൾ എടുക്കാൻ പറ്റില്ല. അത് കഴിക്കാൻ പല്ലില്ലാത്തത് കൊണ്ടല്ല, അവർക്കത് എടുക്കാനും വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പണ്ടൊക്കെ അമ്മൂമ്മ പച്ചവെള്ളം വരെ നമ്മളിങ്ങനെ ചവച്ചരച്ച് കഴിക്കാന്ന് കണ്ടിട്ടില്ല. അതുപോലെ അമ്മൂമ്മ ഒരു 1.5 മാസം 2 മാസം നിങ്ങൾ ആ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ അമ്മൂമ്മ വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ ചവച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ അതും എല്ലാം എന്താ പറയുക, എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്. അപ്പം ഞാൻ ഈ വായിക്കുന്നതും ഒരുപാട് കമൻസ് ഒക്കെ കാണുന്നുണ്ട്, അങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തുകൂടെ. പിന്നെ റീസെൻ്റ്ലി ഫുഡ് കൊടുക്കുമ്പോൾ ചോക്ക് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അതായത് കിടത്തോണ്ട് ഫുഡ് കൊടുക്കരുതെന്ന്. കിടന്നുകൊണ്ടല്ല, തല പൊക്കി വെച്ച് കഴിഞ്ഞാൽ തലയുടെ ബാക്കിൽ പെയിൻ ഉണ്ട്. എപ്പോഴും കിടക്കുന്നതുകൊണ്ട് തന്നെ ചേച്ചി കിടത്തുക, തിരിച്ചു കിടത്തുക. അവിടെ ഒരു ചേച്ചിയുണ്ട്, പേരമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അമ്മൂമ്മയ്ക്ക് എണീറ്റിരിക്കാൻ പറ്റുകയില്ലാത്തത് കൊണ്ട് അമ്മൂമ്മ ഒരിക്കലും കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളല്ല. പിന്നെ അമ്മൂമ്മ ചോക്ലേറ്റ് ഒക്കെ പണ്ട് മുതലേ കിടന്നുകൊണ്ടാണ് കഴിക്കുന്നത്. അത് അമ്മൂമ്മയെ വളരെ കെയർഫുൾ ആയിട്ട് അമ്മൂമ്മ തന്നെ സൂക്ഷിച്ചാണ് കഴിക്കുന്നത്. പിന്നെ ബ്രെഡ് ആയാലും അത് മുക്കി അത് വളരെ നേർപ്പിച്ചാണ് നമ്മൾ കൊടുക്കുന്നതൊക്കെ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് നിങ്ങളത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇത് തോന്നിയത്, പെട്ടെന്ന് ചോക്ക് ചെയ്യോ അങ്ങനെയൊക്കെ തോന്നുന്നത്. അങ്ങനെ ചെയ്യില്ല. അമ്മൂമ്മ അത് വേണ്ടെങ്കിൽ അപ്പം തന്നെ പറയും, വേണ്ട എന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് കറൻ്റ്ലി ഉള്ള കാര്യങ്ങൾ. പിന്നെ ഹോസ്പിറ്റൽ ബെഡ് വാങ്ങിച്ചത്, അതിലാണ് ഇപ്പോൾ കിടത്തുന്നത്. അതിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. അവർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്ത ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ മെഡിസിനൊക്കെ കൊടുത്തിട്ടാണ് അമ്മൂമ്മയുടെ ഇപ്പം മോഷനൊക്കെ കുറച്ച് കൂടുതലാണ്. കാരണം മെഡിസിൻ എടുക്കുമ്പോൾ ഒത്തിരി നാൾ പോകാതെ ഇരുന്ന ഇതെല്ലാം കണ്ടിന്യൂസ്ലി അത് പോകുന്നുണ്ട്.
പിന്നെ പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആ ഒരു വ്യക്തിക്ക് ഇത്രയും വയസ്സായതാണ്, 106 വയസ്സ് കഴിഞ്ഞു, ഇപ്പം 107 ഓടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അത് ഇനിയിപ്പം ഹെൽത്ത് പുറകോട്ട് പോവാൻ, അതായത് മുന്നോട്ട് ഹെൽത്തി ആവുക എന്നത് പറയുന്നത് വളരെ പാടാണ്. ഒരുപാട് ഡെഫിഷ്യൻസി ഉണ്ടാവും ശരീരത്തിൽ. കാരണം എത്ര ഫുഡ് കൊടുക്കാൻ, നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, ഈ ലോകത്ത് എന്ത് വാങ്ങിച്ചു വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ അത് കഴിക്കാൻ പറ്റണം. അതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുമ്പോഴും അതാ വിചാരിക്കുന്നത്. കാരണം എല്ലാവരും ഇത് ഡീൽ ചെയ്യുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവർ നോക്കുന്ന ആൾക്കാർക്കായാലും എത്രത്തോളം ഒരു ഫുഡ്, ഒരു അരക്കപ്പ് കഞ്ഞി കുടിക്കാൻ തന്നെ അമ്മൂമ്മ വളരെയധികം കഷ്ടപ്പെട്ട് ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞാണ് കഴിപ്പിക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ എല്ലാവർക്കും ഉണ്ട്. കാരണം ഭക്ഷണം കഴിക്കുന്നില്ല, അപ്പോൾ പിന്നെ മേലാഴിക്ക് മരുന്ന് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എല്ലാവരും എന്താ പറയുക, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡോക്ടറാണ് വന്ന്, മെഡിസിൻ ആയാലും ഒരു കാര്യം ഇവിടെ ഡെയിലി നമുക്കൊരു ഡോക്ടറിനെ കോണ്ടാക്റ്റിലുള്ള ഒരു ഓപ്ഷൻ വരെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ബുദ്ധിമുട്ടുണ്ടെന്ന് അമ്മൂമ്മ പറഞ്ഞാൽ ആ നിമിഷം ഡോക്ടറെ വിളിക്കുന്നു. പേരമ്മയായാലും എല്ലാ കാര്യങ്ങളും വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു എന്താ പറയുക, മക്കൾ നോക്കുന്നതിലും കൂടുതലാണ് ഒരു മരുമക്കൾ അമ്മൂമ്മയെ നോക്കുന്നതെന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഷീ ഈസ് വെരി ലക്കി. ഈ ഒരു ഏജിലും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന, അമ്മൂമ്മയ്ക്ക് കിട്ടുന്ന എല്ലാം അമ്മൂമ്മയ്ക്കൊരു എന്താ പറയുക, അതൊരു നല്ലൊരു ബ്ലെസ്സിങ് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്നത്. കാരണം ഇത്രയും സൗകര്യത്തിൽ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റൽ ബെഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതെല്ലാം ഞാനും വളരെയധികം സന്തോഷത്തിലാണ്. കാരണം എത്ര നാൾ അമ്മൂമ്മ ജീവിച്ചിരുന്നാലും അത്രയും നാൾ അമ്മൂമ്മയ്ക്ക് കഷ്ടപ്പെടാതെ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിലുണ്ട്. അപ്പോൾ എല്ലാവരുടെയും എന്താ പറയുക, സജഷൻസിന് ഞാൻ ഒരു ഇത് പറഞ്ഞതല്ല, പക്ഷേ നന്ദി. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ ഇന്ന് ഞാൻ പോയി ഇനിയപ്പോൾ അമ്മൂമ്മ ഇനി എന്നോട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെല്ലാവരും അമ്മൂമ്മയെ കാണണം എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ദ വീഡിയോ, എന്താ പറയുക, ഫൈനലി ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇത് മാത്രമായിരിക്കും. ഇനിയിപ്പം അമ്മൂമ്മ എന്തെങ്കിലും ഹെൽത്തി ആയി, അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് നല്ലവണ്ണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സംസാരിക്കാനും പറ്റി. അമ്മൂമ്മ ഞാൻ ഇനി എന്നപ്പോൾ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ പോവാന്ന് പറഞ്ഞു അമ്മൂമ്മയുടെ. അപ്പം അമ്മൂമ്മ പറഞ്ഞു എന്നാൽ നാളെ എടുക്കാം, സൗണ്ട് തീരെ കുറച്ചാണ് പറയുന്നതെങ്കിലും നാളെ എടുക്കാം. എന്നിട്ട് പെട്ടെന്ന് കണ്ണൊക്കെ തുറന്നൊന്ന് നോക്കി. അപ്പം എന്നെ മൊത്തത്തിൽ മറന്നുപോയി. എന്നെ മാത്രമല്ല വളരെ മറന്നു. ഞാൻ ഓർമ്മിപ്പിക്കുമ്പോൾ ഓർമ്മ വരും. എനിക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ എപ്പോഴും വന്ന് എന്നോട് അമ്മൂമ്മയുടെ വീഡിയോ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാനിനി എപ്പോൾ ചെയ്യുമെന്ന്. അമ്മൂമ്മ ചിലപ്പോൾ ഹെൽത്തി ആവാം. അങ്ങനെയാണെങ്കിൽ ഇനി ഭാവിയിൽ ഞാൻ എന്തെങ്കിലും അമ്മൂമ്മയുടെ വീഡിയോ എടുക്കുകയുള്ളൂ. അമ്മൂമ്മയ്ക്ക് വയ്യാതെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ പുറകെ ഇരുന്ന് എനിക്ക് എപ്പോഴും അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ അത് ആർക്കും താല്പര്യവും ഇല്ല. സോ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. എപ്പോഴും എല്ലാവരും എനിക്കിടുന്ന കമൻറ്റ് അമ്മൂമ്മ എവിടെ എന്നാണ്. അമ്മൂമ്മ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഞാനായിട്ട് അമ്മൂമ്മയുടെ ഇനിയൊരു കാര്യം പറയുന്നിടം വരെ എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തെങ്കിലും അമ്മൂമ്മയ്ക്ക് എൻ്റെ കൂടെ ഒരു അടുത്ത വീഡിയോയിൽ വരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി എനിക്ക് സമയമുള്ളതുപോലെ എന്തെങ്കിലും ഭാവിയിൽ അമ്മൂമ്മയ്ക്ക് പറ്റുന്നെങ്കിൽ മാത്രം അമ്മൂമ്മ ഇനി വീഡിയോയിൽ വരുള്ളൂ. അല്ലെങ്കിൽ അമ്മൂമ്മയുടെ വീഡിയോസ് ഒന്നും ഞാൻ എടുക്കുന്നതല്ല. അപ്പം ഇന്ന് പോയപ്പോൾ ഞാൻ നിങ്ങൾക്ക് അമ്മൂമ്മയുടെ ലാസ്റ്റ് എന്ന് പറയില്ല ഒരിക്കലും, അമ്മൂമ്മയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സോ അതിനുശേഷം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അതിനുശേഷം ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാനായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എല്ലാവരും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അമ്മൂമ്മ എവിടെ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വന്ന് എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല. എപ്പോഴും മറുപടി ഇതിന് കൊടുത്തുകൊണ്ടിരിക്കാനും പറ്റില്ല. പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളും അമ്മൂമ്മയും രണ്ടാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇട്ടാൽ പോലും അതിലെല്ലാത്തിലും എനിക്ക് അമ്മൂമ്മയെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. പിന്നെ അങ്ങനെ എനിക്ക് വീഡിയോസ് ഇടാനുള്ള ഒന്നുമില്ല. എനിക്ക് ഫുൾ ഡേ തിരക്കുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഭാവിയിലൊക്കെ വീഡിയോസൊക്കെ ചെയ്യുവാണെങ്കിൽ അമ്മൂമ്മയെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഞാൻ കൊണ്ടുവരാം. അതുവരെ നിങ്ങൾ എന്തായാലും അമ്മൂമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ അമ്മൂമ്മയുടെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എപ്പോഴും എടുത്ത് ഒരു മോട്ടിവേഷൻ ആവട്ടെ. ഇതുവരെ അമ്മൂമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപാട് പേരിൽ എത്തിയിട്ടുണ്ട്. അതെല്ലാവരും ഫോളോ ചെയ്യുക. അത് അങ്ങനെ ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ എന്താ പറയുക, വയസ്സായവർക്ക് എപ്പോഴും
വിസ്ഡം ഒരു ഏജ് കഴിയുമ്പോൾ വരും, കൂടും. എല്ലാവരും എപ്പോഴും ഒരുപോലെയല്ല എങ്കിലും ഒരു ഏജ് കഴിയുമ്പോൾ അവർ പറയുന്നത് അവരുടെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്നായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അമ്മൂമ്മയുടെ കാര്യങ്ങളെല്ലാം ഓർക്കുക, പ്രാർത്ഥനയിൽ അമ്മൂമ്മയെ ഓർക്കുക, അമ്മൂമ്മയെ കഷ്ടപ്പെടുത്തരുത്. ഞാൻ അമ്മൂമ്മയ്ക്ക് വേണ്ടി എനിക്ക് അമ്മൂമ്മയ്ക്ക് ഇനി ഒരു 10 വർഷം ആയുസ് തരണേന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പക്ഷെ അമ്മൂമ്മയ്ക്ക് നിലവിലുള്ള ആരോഗ്യത്തിൽ ഒരു ബെറ്റർ ആവുക, അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് ഒട്ടും എന്താ പറയുക, ഇങ്ങനെ ഒത്തിരി കിടത്തിൽ അമ്മൂമ്മയെ കഷ്ടപ്പെടുത്തരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ എപ്പോഴും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളും കൂടിയാണ് കുറച്ച്. അപ്പോൾ ഇതൊക്കെ കാണുമ്പം അമ്മൂമ്മയെ ഒത്തിരി സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പോകുമ്പം പോലും ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. അത് നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. അപ്പോൾ അമ്മൂമ്മയെ മിസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് ഞാൻ അമ്മൂമ്മയുടെ ഇതിൽ ലാസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം എന്തെങ്കിലും ബെറ്റർ ആവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ. ഉമ്മ ഇവിടെ കിടക്കുവാണ്. ഉമ്മയ്ക്ക് ഭയങ്കര തണുപ്പാണ്, എണീക്കാൻ മേല, അതാണ് മെയിൻ പ്രശ്നം. കുറച്ച് ദിവസമായി തല കുളിച്ചു. എത്ര ദിവസമായി തല കുളിച്ചിട്ട്? 10 ദിവസത്തോളമായി അല്ലേ? തല കുളിക്കാത്തതുകൊണ്ട് തന്നെ കണ്ണിലൊക്കെ ഇത് വരുന്നത്. എത്ര തല തുടയ്ക്കുന്നുണ്ട്, എല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാരെല്ലാവരും നന്നായിട്ട് തന്നെ നോക്കുന്നു. അമ്മൂമ്മ ഭക്ഷണം കഴിക്കുകയില്ല അല്ലേ? അതാ മെയിൻ പ്രശ്നം, ഫുഡ് കഴിക്കാത്തത്. അമ്മൂമ്മയുടെ ഒരു ഫോട്ടോ എടുക്കുവാ, എടുത്തോട്ടെ? കേട്ടില്ല. ശരിക്കും ഇരുന്നിട്ട് മതിയോ? ഓ, ഇപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ, കുഴപ്പമില്ല. ആ കണ്ണിലെ ഇതാ പ്രശ്നം അല്ലേ? കണ്ണി തൊടണ്ട, അത് നാളെ തുടയ്ക്കാം. എല്ലാരും ചോദിച്ചു അമ്മൂമ്മയുടെ അസുഖം കുറവുണ്ടോന്ന്. എന്നാ പറയണ്ടേ? കുറയുന്നുണ്ടോ? ഈ കണ്ണ് കുളിക്കാത്തോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് എത്ര വെള്ളം ഇട്ട് തൂത്താലും പോവില്ല. പിന്നെ കണ്ണിലൊഴിക്കുന്ന മരുന്നൊഴിക്കുമ്പോൾ അത് പുറത്തു വരുന്നത്. ഒന്ന് ചിരിക്കാവോ? ആ, എന്നാ കഴിച്ചേ? ഉച്ചക്ക് എന്നാ കഴിച്ചേ? കഞ്ഞി. ഈ കണ്ണിൻ്റെ അവിടെ നിങ്ങൾ വിചാരിക്കരുത്, അത് അമ്മൂമ്മയ്ക്ക് മറ്റേ തല നനയ്ക്കാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണിലിങ്ങനെ പീള വരുന്നതാണ്. അത് നമ്മൾ തുടച്ചു കൊടുക്കും. കൂടുതലും നേരം ഉറങ്ങുവാണ്, ഒരു ഡേ മൊത്തം ഉറങ്ങുവാണ്. ഇവിടെ ക്രീം ഇടണോ? ഇവിടെ ക്രീം തേക്കണോ? രാവിലെ ആയിട്ടോ? രാവിലെ ആയാലേ ക്രീം തേക്കുള്ളൂ. സംസാരിക്കാൻ ഒച്ച തീരെ ഇല്ല, കാരണം അമ്മൂമ്മയ്ക്ക് ഇതുപോലെ കഫക്കെട്ടുള്ളിലുള്ളത് കൊണ്ട് ഉറക്കെ സംസാരിക്കാൻ പറ്റത്തില്ല. ഇരുട്ടായി, അപ്പുറത്തോട്ട് പോവുകയാണേ. ഒന്ന് കണ്ണ് തുറന്ന് നോക്കാവോ? ടാറ്റാ, പൊക്കോട്ടെ. ഉറങ്ങിക്കോ, നാളെ വരാം കേട്ടോ. ഉറങ്ങി അധികം ഒന്നും മിണ്ടാൻ മേല.